അടുത്ത വീട്ടിലെ ചേട്ടായി എന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്. പക്ഷേ അന്ന് പഠിപ്പിച്ചപ്പോൾ പലതവണ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ എൻ്റെ മാറുകളിൽ നന്നായി ആ ചേട്ടായി തഴുകിയിരുന്നു. എൻ്റെ ഒരനുഭവം തന്നെയാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. അതും +1 പഠിക്കുന്ന സമയത്തുള്ളതാണേ. എൻ്റെ പേര് അതുല്യ എന്നാണ്. വീട് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര അടുത്താണ്. എന്നെക്കുറിച്ച് വിശദമായി പറഞ്ഞാൽ പാകത്തിന് മുഴുപ്പുള്ള മാറുകൾ എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഏത് വേഷമിട്ടാലും എപ്പോഴും ഇവിടെ കുഴി കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ മുറ്റമടിക്കുമ്പോഴും കുരുങ്ങി എന്നുള്ള എന്തെങ്കിലും പണിയാണെങ്കിലും മിക്കപ്പോഴും നാട്ടിലുള്ള ഏതെങ്കിലും പയ്യന്മാരെ ആ പരിസരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പരിസരത്തുള്ളവർ തന്നെ. വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ അനിയനുമാണുള്ളത്. അച്ഛനും അമ്മയും അത്രയ്ക്ക് പഠിപ്പുള്ളവരല്ലായിരുന്നു. അതുകൂടാതെ ഞങ്ങളൊരു പാവപ്പെട്ട വീട്ടിലെയുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനുള്ള ക്ലാസ്സിന് തന്നെ വിടാനോ ഉള്ള സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിലെ പഠിത്തത്തിന് തന്നെ ഒരു തരത്തിലായിരുന്നു കാശൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ആ സമയത്താണ് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ അരവിന്ദ് ചേട്ടായുടെ വീട്ടിൽ കമ്പ്യൂട്ടർ വാങ്ങുന്നത്. എൻ്റെ അമ്മ ആ വീട്ടിൽ നിന്നും ജോലിക്ക് പോകുന്ന ആളാണ്. അച്ഛനും കൂലിപ്പണിയാണ് കേട്ടോ. അമ്മ വീട്ടിലെ ജോലിക്കാരി ആയതുകൊണ്ട് തന്നെ ആ വീട്ടിലെ ചേട്ടനോട് എനിക്കും ഒന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനിപ്പോൾ എന്താ, അവനോട് വരാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്തായാലും അമ്മ എൻ്റെ അടുത്ത് വന്ന് അത് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായി. കാരണം അന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അമ്മ പണിയാൻ പോകുന്ന കൂടെ ഞാനും പോയി. ഞാൻ എത്തിയപ്പോൾ തന്നെ ചേട്ടായിനോട് മിണ്ടി, ഇനി കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നീ വലിയ പുള്ളിയാവുമല്ലോടി എന്നെന്നോട് പറഞ്ഞു. എന്നെയും കൂട്ടി അരവിന്ദ് ചേട്ടായി മുറിയിലോട്ട് പോയി. അമ്മ അമ്മയുടെ അടുക്കള പണിക്കും പോയി. അങ്ങനെ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഓരോന്നും എനിക്ക് പറഞ്ഞു തന്നു. അതിനിടയിലൊക്കെ എൻ്റെ കയ്യിലൊക്കെ ചേട്ടായി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിൻ്റെ ഭാഗമല്ലേ എന്നോർത്ത് ഞാനതൊന്നും അത്ര കാര്യമേ ആക്കിയില്ല. എന്നിട്ട് എന്നെ കൊണ്ട് കമ്പ്യൂട്ടറിൽ പടമൊക്കെ വരപ്പിച്ചു. ഒരു ചെറുതായി ഒന്ന് തെറ്റി. എൻ്റെ കയ്യിൽ ചെറിയൊരു നുള്ള് തന്നിട്ട് നോക്കി ചെയ്യപ്പെടണേ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും തെറ്റിച്ചപ്പോൾ ഈ തവണ കയ്യിലെ നുള്ളിറങ്ങി എൻ്റെ തുടയിലെത്തി. ഞാൻ പക്ഷേ കമ്പ്യൂട്ടറിന് മുന്നിൽ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നതുകൊണ്ട് ഇതൊന്നും അത്ര കാര്യമാക്കിയില്ല. പക്ഷേ നുള്ളു വന്നിട്ട് ആ കൈകൾ അവിടെ നിന്ന് എടുത്തതുമില്ല. എന്നിട്ട് ചേട്ടായി ഞാനിരിക്കുന്ന കസേരയുടെ പുറകെ ഒരു കസേര എടുത്തിട്ടിരുന്നു. എന്നിട്ട് 2 കൈകളും എൻ്റെ കൈകളുടെ അടിയിൽ കൂടിയെടുത്ത് ഒരു കൈ കീബോർഡിലും ഒരു കൈ മൗസിലും വെച്ച് ഇരുന്നു. ആ കൈകൾ എന്നെ മാറിൻ്റെ സൈഡുകളിൽ നന്നായി മുട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് മൗസ് കൊണ്ട് എന്നെ ഓരോന്ന് ചേട്ടായി ചെയ്യിക്കാൻ പഠിപ്പിച്ചു. പക്ഷേ അപ്പോഴെല്ലാം ആ 2 കൈകളും അറിഞ്ഞുകൊണ്ട് തന്നെ മാറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ഞെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കും എന്തോ ഒരു മാറ്റം തോന്നി, ജീവിതത്തിൽ ഇതുവരെ തോന്നാത്തത്. എനിക്ക് കമ്പ്യൂട്ടർ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അതിൽ മാത്രമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എൻ്റെ 2 കൈകൾക്കിടയിലൂടെ പോയൊരു കൈയെടുത്ത് ചേട്ടായിയുടെ മറ്റേ കൈയിൽ ചൊറിഞ്ഞു. ആ സമയത്ത് എൻ്റെ മാറുകളിൽ പതിയെ തൊട്ട് ചെറുതായി ഒന്ന് ഞെക്കി. ചേട്ടാ, എന്തായി ചേട്ടായി കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ എൻ്റെ കൈ ചൊറിഞ്ഞാൽ വേണ്ടേ എന്ന് ചേട്ടായി എന്നോട്. ഒന്നുമില്ല, എനിക്കെന്തോ ചേട്ടായി അറിഞ്ഞുകൊണ്ട് തൊട്ടതുപോലെ തോന്നി. ചേട്ടായി പഠിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതിന് പഠിത്തം തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ നേരം അതുപോലെ തന്നെ ചേട്ടായിയുടെ കൈകൾ 2 സൈഡിൽ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ചേട്ടായിയുടെ അമ്മ കയറി വന്നത്. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് നിന്ന് മാറിയിരുന്നു. എന്നിട്ടെല്ലാം എങ്ങനെയാണ് എന്ന് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു. അമ്മ പോയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒത്തിരി അടുത്തിരുന്നാൽ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ല. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, അതുകൊണ്ട് അവരൊക്കെ വേറെ രീതിയിലെടുക്കും. പക്ഷേ ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ അടുത്ത് തന്നെ ഇരിക്കണമല്ലോ. അങ്ങനെ ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ മാറിയത് എന്ന്. ആരെ കേട്ടപ്പോൾ എനിക്കും ഒരു സംശയം തോന്നിയില്ല. കാരണം അതൊരു സത്യമാണല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ചേട്ടായി വീണ്ടും പഴയതുപോലെ എൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നല്ല മണമുള്ള എണ്ണയാണല്ലോ നിൻ്റെ തലയിൽ തേക്കുന്നത്, ഏതാ എന്നാ പെണ്ണേ എന്ന്. അങ്ങനെ ഞങ്ങൾ സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് വീണ്ടും കൈ എൻ്റെ മാറുകളിൽ അതിയെ തഴുകി. എനിക്കെന്തോ അപ്പോൾ പ്രതികരിക്കാനൊന്നും തോന്നിയില്ല. ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഒരു കൈ കൊണ്ട് ചേട്ടായി പതിയെ എന്നെ വളച്ചുവെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അടുത്തതിലും പിടിയിട്ടു. അങ്ങനെ കുറേ നേരം തുടർന്നു. എനിക്ക് കമ്പ്യൂട്ടറിലെ കാര്യങ്ങൾ നന്നായി പറഞ്ഞു തന്നു. അപ്പോഴേക്കും അമ്മ എന്നെ വിളിച്ചു.
ഞാൻ പോവാട്ടോ, പിന്നെ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങി. അമ്മയോടൊന്നും ഞാനിതിനെക്കുറിച്ച് പറയാൻ പോയില്ല. കാരണം എനിക്കും എന്തോ രസം അതിൽ തോന്നിയ രസം ഞാനെന്തിനാ വെറുതെ കളയുന്നത് എന്നോർത്ത് ഞാനും ഒന്നും മിണ്ടിയില്ല. അതിന് പിറ്റേ ദിവസത്തെ ക്ലാസ്സിന് പോകുന്നതിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ.